ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സെക്ഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 15 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എക്സാം എഴുതാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21 മുതലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് സെഷൻ തുടങ്ങുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റെല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്ഷൻ ഉണ്ട് 21 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസിന്. ബിലോ ഈച്ച് 4 പെയർ ഓഫ് വേർഡ്സ് ഹാവ് ബീൻ ഡിനോട്ടഡ് ബൈ നമ്പേഴ്സ് എ, ബി, സി ആൻഡ് ഡി. ഫൈൻഡ് ഔട്ട് വിച്ച് പെയർ ഓഫ് വേർഡ്സ് ക്യാൻ ബി ഫില്ലഡ് അപ്പ് ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ സെൻറ്റൻസ് ഇൻ ദ സെയിം സീക്വൻസ് ടു മേക്ക് ദ സെൻറ്റൻസ് മീനിങ്ഫുള്ളി കംപ്ലീറ്റ്. അപ്പം 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സോ ആ സെൻറ്റൻസിൽ 2 മിസ്സിങ് ടേംസ് കൊടുത്തിട്ടുണ്ട്. സോ ആ മിസ്സായിട്ടുള്ളത് വേർഡ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൊടുക്കുമ്പോഴായിരിക്കും ഈ ഒരു സെൻറ്റൻസ് മീനിങ് ഫുള്ളായി മാറുന്നത്. സോ 21th ക്വസ്റ്റ്യൻ. മിസ്റ്റർ ശ്രീനിവാസൻ ഈസ് ഡാഷ് ടു ബിക്കം ചെയർമാൻ ഓഫ് ദ ഗ്രൂപ്പ് ഡാഷ് ദ റിട്ടയർമെൻറ്റ് ഓഫ് ഹിസ് ഫാദർ. അപ്പോൾ ഇവിടെ 2 ഭാഗം ഫില്ല് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് ഇവിടെയുണ്ട്, സെക്കൻഡ് പാർട്ട് ഇവിടെയുണ്ട്. ഓപ്ഷൻ എ സെറ്റ് ഫോളോയിങ്, ഓപ്ഷൻ ബി വോട്ടഡ് സബ്സീക്വൻറ്റ്, ഓപ്ഷൻ സി സെലക്റ്റഡ് ഡിസ്പൈറ്റ്, ഓപ്ഷൻ ഡി അപ്രൂവ്ഡ് ബിക്കോസ്. സോ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മിസ്റ്റർ ശ്രീനിവാസൻ ഈസ് സെറ്റ് ടു ബിക്കം ചെയർമാൻ ഓഫ് ദ ഗ്രൂപ്പ് ഫോളോയിങ് ദ റിട്ടയർമെൻറ്റ് ഓഫ് ഹിസ് ഫാദർ. നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം. ഡാഷ് ടു യുവർ എറർ the dash consignment has been delayed by a week. Option A according, important, option B duly, urgent, option C owing, entire, option D added, crucial. സോ ഇവിടെ കറക്റ്റായിരുന്ന ഓപ്ഷൻ സി ആണ്. ഓയിങ് ടു യുവർ എറർ ദ എൻറ്റയർ കൺസൈൻമെൻറ്റ് ഹാസ് ബീൻ ഡിലേഡ് ബൈ എ വീക്ക്. അടുത്ത ചോദ്യം. On account of the dash in sales, the software firm has achieved an 8% dash in net profit. Option A surge, fall, option B increase, rise, option C decline, slope, option D hike, loss. സോ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇൻക്രീസ് ആൻഡ് റൈസ് ആണ്. ഓൺ അക്കൗണ്ട് ഓഫ് ദ increase in sales, the software firm has achieved an 8% rise in net profit. Next 24ാമത്തെ ചോദ്യം. We are proud to say that today dash 26% of our total account are dash by women and senior citizen. അപ്പോൾ ഇവിടെ 2 ഭാഗത്തും വരുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ അപ്രോക്സിമേറ്റ്, ഹെൽഡ്, ഓപ്ഷൻ ബി നിയർലി, ഓതറൈസ്ഡ്, ഓപ്ഷൻ സി ഓവർ, മെയിൻറ്റെയിൻ, ഓപ്ഷൻ ഡി എബോവ്, ഓപ്പൺ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്രോക്സിമേറ്റ് ദെൻ ഹെൽഡ്. വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് ടുഡേ അപ്രോക്സിമേറ്റ്ലി 26% ഓഫ് അവർ ടോട്ടൽ അക്കൗണ്ട്സ് ആർ ഹെൽഡ് ബൈ വിമൺ ആൻഡ് സീനിയർ സിറ്റിസൺസ്. അടുത്ത ചോദ്യം. The company has dash special training to employees on dash to trade online. Option A announced benefits, option B offered course, option C imparted risk, option D sanction skills. അപ്പോൾ ഇവിടെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇമ്പാർട്ടഡ് റിസ്ക്സ് ആണ്. The company has imparted special training to employees on risk ടു ട്രേഡ് ഓൺലൈൻ. അടുത്തത് 26ാമത്തെ ചോദ്യം. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 4 alternatives സെലക്ട് ദ വേർഡ് സിമിലർ ഇൻ മീനിങ് ഓഫ് ദ ഗിവൺ
അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സിനോണിം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. സൈനിസം അതിൻ്റെ സിനോണിം ഏതാണ്? ഓപ്ഷൻ എ കൺവിക്ഷൻ, ഓപ്ഷൻ ബി ബിറ്റർനെസ്, ഓപ്ഷൻ സി ക്രെഡൻസ്, ഓപ്ഷൻ ഡി ഇൻറ്റ്യൂഷൻ. സോ സൈനിസം എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ദ്യത എന്നൊക്കെ പറയും. നമ്മളൊരു സാധനത്തിൽ ഒരു നെഗറ്റീവ് വേർഡ് മീനിങ് ആണ് സൈനിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ കൺവിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം സ്ഥാപിക്കുക, ഒരു മീനിങ് ആണ് വരുന്നത്. ബിറ്റർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവ് മീനിങ് ആയിട്ടാണ്, നെഗറ്റീവ് വേർഡായിട്ടാണ് വരുന്നത്. ഓപ്ഷൻ സി ക്രെഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധോദയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ സിനോണിമായിട്ട് സൈനിസം എന്ന വേർഡിൻ്റെ സിനോണിമായിട്ട് വരുന്നത് ബിറ്റർനെസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് 27ാമത്തെ ചോദ്യവും സിനോണിം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ വേർഡ് തന്നിട്ടുള്ളത് പിന്നാക്കിൾ എന്നാണ്. ഓപ്ഷൻ എ കൾമിനേഷൻ, ഓപ്ഷൻ ബി നാദർ, ഓപ്ഷൻ സി നെതർമോസ്റ്റ്, ഓപ്ഷൻ ഡി ബാസൽ. അപ്പോൾ ഇവിടെ പിന്നാക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതിയുടെ ഒരു പരിപൂർണതയിൽ എൻഡിലെത്തുക എന്നാണ് അതിനൊരു മീനിങ് വരുന്നത്. കൾമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പരിപൂർണത, ഒരു അറ്റ് ദ എൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മാക്സിമം എന്നൊക്കെ രീതിയിൽ നമുക്ക് മാക്സിമം എഫേർട്ട്, ആ ഒരു മീനിങ് ആണ് കൾമിനേഷൻ. അതുതന്നെയാണ് പിന്നാക്കിളും വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇവിടെ നാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടകാലം എന്നാണ്. ദെൻ നെതർമോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ എന്നൊരു മീനിങ് ആണിത്. നെക്സ്റ്റ് ബാസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനമായ എന്നാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് 28ാമത്തെ ചോദ്യവും ഇത് ഇവിടെ ചോദിച്ചിട്ടുള്ളതിൻ്റെ ആൻറ്റോണിയമാണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ 4 alternatives സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ ഗിവൺ വേർഡ്. അപ്പോൾ ഇവിടെ ബെഫുഡിൽ എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആയിട്ടുള്ള വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ബെഫുഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണേബിൾ ടു തിങ്ക് ക്ലിയർലി, ഒരു സംഗതി വ്യക്തമായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ബെഫിഡിൽ എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാഫിൽ, ഡാസി, ഫ്ലസ്റ്റർ, ഓപ്ഷൻ ഡി എക്സ്പ്ലിക്കേറ്റ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എക്സ്പ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തെ എന്തെങ്കിലും അതിനെ അനലൈസ് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റുക എന്നാണ് മീനിങ്. സോ ബെഫിഡലിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് എക്സ്പ്ലിക്കേറ്റ് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എ സെൻറ്റൻസ് ഹാസ് ബീൻ ഗിവൺ ഇൻ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഔട്ട് ഓഫ് 4 alternatives സജസ്റ്റഡ് സെലക്ട് ദ വൺ വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ് ദ സെയിം സെൻറ്റൻസ് ഇൻ ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റ് സ്പീച്ച്, ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളോട് പാസീവ് വോയിസിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസ് ജോൺ സെഡ് ദർ ഈസ് എ മങ്കി ഔട്ട്സൈഡ് ദ വിൻഡോ. അപ്പം അതിനെ പാസീവ് വോയിസ് ആക്കി മാറ്റണം. ഓപ്ഷൻ എ John said that there was a monkey outside the window. Option B John said that there is a monkey outside the window. Option C John says that there was a monkey outside the window. Option D John says that there is a monkey outside the window. So ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ ആണ്. ജോൺ സെഡ് ദാറ്റ് ദർ വാസ് എ മങ്കി ഔട്ട്സൈഡ് ദ വിൻഡോ. അടുത്തതും ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പാസീവ് വോയിസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സെൻറ്റൻസ് ഷീ സെഡ് ഐ വിൽ ഹാവ് കുക്കഡ് ദ ഫുഡ് ബൈ ദ ടൈം ദേ അറൈവ്. ഓപ്ഷൻ എ ഷീ സെഡ് ദാറ്റ് ഷീ വിൽ ഹാവ് കുക്കഡ് ദ ഫുഡ് ബൈ ദ ടൈം ദേ വുഡ് അറൈവ്. Option B she said that she would cook the food by the time they will arrive. Option C she said that she would have cooked the food by the time they will arrive. Option D she said that she would have cooked the food
by the time they arrived. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഹാവ് കുക്ക്ഡ് ദ ഫുഡ് ബൈ ദ ടൈം ദേ അറൈവ്ഡ്. അടുത്ത ചോദ്യവും ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്. അതിൻ്റെ പാസീവ് വോയിസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ, യു വിൽ മിസ് ദ സൺഷൈൻ ഇൻ ഹോം. ഓപ്ഷൻ ബി, യു വുഡ് ബി മിസ്സിംഗ് ദ സൺഷൈൻ ഇൻ ഹോം. ഓപ്ഷൻ സി, യു വിൽ ആർ ഗോയിങ് ടു ബി മിസ്സിംഗ് ദ സൺഷൈൻ ഇൻ ഹോം. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, നൺ ഓഫ് ദ എബോവ്. അടുത്തതും ഒരു ആക്റ്റീവ് വോയിസ് ആണ്. അതിൻ്റെ പാസീവ് വോയിസ് കണ്ടെത്തണം. ദ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടഡ് ദ കമ്മിറ്റീസ് ഡിസിഷൻ. ഓപ്ഷൻ എ, ദ കമ്മിറ്റീസ് ഡിസിഷൻ ഈസ് വോട്ടഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. ഓപ്ഷൻ ബി, ദ കമ്മിറ്റീസ് ഡിസിഷൻ വാസ് വോട്ടഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. ഓപ്ഷൻ സി, ദ കമ്മിറ്റീസ് ഡിസിഷൻ ഹാസ് ബീൻ വോട്ടഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. ഓപ്ഷൻ ഡി, ദ കമ്മിറ്റീസ് ഡിസിഷൻ ഈസ് ബീയിങ് വോട്ടഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. സോ ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. ദ കമ്മിറ്റീസ് ഡിസിഷൻ വാസ് വോട്ടഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ. അടുത്ത ചോദ്യം, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ 4 alternatives സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഓർ ഫ്രേസ്. അപ്പോൾ ഇവിടെ വേർഡ് തന്നിട്ടുണ്ട് ടൈറ്റ് ലിപ്പ്ഡ്. സോ ടൈറ്റ് ലിപ്പ്ഡ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ടു ഹാവ് വെരി തിൻ ലിപ്സ്. ഓപ്ഷൻ ബി, ടു ബി ബോയ്സ്റ്റീരിയസ്. ഓപ്ഷൻ സി, ടു ഹാവ് എ തിൻ വോയിസ്. ഓപ്ഷൻ ഡി, അൺവില്ലിങ് ടു സ്പീക്ക് അബൌട്ട് ആൻ ഇവൻറ്റ്. ടൈറ്റ് ലിപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, അൺവില്ലിങ് ടു സ്പീക്ക് അബൌട്ട് ആൻ ഇവൻറ്റ്. അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് ദ 4 alternatives ചൂസ് ദ വൺ വിച്ച് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഗിവൺ വേർഡ്സ് ഓർ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വൺ വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു കൺഫേം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എവിഡൻസ്. ഓപ്ഷൻ എ, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓപ്ഷൻ ബി, ബൈലിംഗ്വൽ. ഓപ്ഷൻ സി, റെഫ്യൂട്ട്. ഓപ്ഷൻ ഡി, കൊറോബറേറ്റ്. അപ്പം ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യസ്നേഹി എന്നാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ബൈലിംഗ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഭാഷ സംസാരിക്കുന്ന ആൾ എന്നാണ് മീനിങ് വരുന്നത്. ദ്വിഭാഷ എന്നൊക്കെ മീനിങ് വരും. നെക്സ്റ്റ് റെഫ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധിക്കുക. കൊറോബറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിക്കുക. സോ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, കൊറോബറേറ്റ്. അടുത്ത ചോദ്യം എറർ ഡിറ്റക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ എറർ ഒന്നും ഇല്ലെങ്കിൽ ഓപ്ഷൻ 4 ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. റോഹൻ ഹാഡ് ബീൻ പ്ലേയിങ് ഫോർ ഹിസ് ക്ലബ് സിൻസ് 15 years ബട്ട് ദെൻ ഹിസ് എൽബോ ഗോട്ട് ഇഞ്ചേർഡ്. നോ എറർ. അപ്പോൾ ഇതിലേതെങ്കിലും ഭാഗത്ത് എറർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ, റോഹൻ ഹാഡ് ബീൻ പ്ലേയിങ്. ഓപ്ഷൻ ബി, ഫോർ ഹിസ് ക്ലബ് സിൻസ് 15 years. ഓപ്ഷൻ സി, ബട്ട് ദെൻ ഹിസ് എൽബോ ഗോട്ട് ഇഞ്ചേർഡ്. ഓപ്ഷൻ ഡി, നോ എറർ. ഇവിടെ തെറ്റായിട്ട് കൊടുത്തത് ഇവിടെ സെക്കൻഡിലാണ്, ഫോർ ഹിസ് ക്ലബ് സിൻസ് 15 years. അപ്പോൾ ഇവിടെ 15 years എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ സിൻസ് അല്ല കൊടുക്കേണ്ടത്, 4 ആണ്. സിൻസ് എന്ന് കൊടുക്കുന്നത് വർഷത്തിന് മുന്നെയാണ്. സോ എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾക്ക്, ഈ ഒരു ഓർഡറിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. സോ ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കോസ്റ്റ് ഗാർഡ് എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.